സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില ഉയർന്നതിനെ തുടർന്ന് ലാഭമെടുപ്പ് വർദ്ധിച്ചിരുന്നു. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് സ്വർണ്ണവില താഴേക്ക് വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില ഉയർന്നതിനെ തുടർന്ന് ലാഭമെടുപ്പ് വർദ്ധിച്ചിരുന്നു. ഇതോടെയാണ് സംസ്ഥാനത്തും വില കുറഞ്ഞത്. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 11,935 രൂപയിലെത്തിയിട്ടുണ്ട്. പവന് 200 രൂപ കുറഞ്ഞതോടെ 95,480 രൂപയിലാണ് ഇന്ന് വ്യാപാരം. രാജ്യാന്തര വില ഔൺസിന് $2 താഴ്ന്ന് $4,217 വ്യാപാരം ചെയ്യുന്നത്. മറ്റു കറൻസികൾക്കെതിരെ വീണ്ടും ഡോളർ കരകയറുന്നതും ലാഭമെടുപ്പ് സമ്മർദ്ദവുമാണ് സ്വർണ്ണവില താഴാൻ പ്രധാന കാരണം. 18 കാരറ്റ് സ്വർണ്ണത്തിനും ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 9,815 രൂപയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില 6 ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തിയിരുന്നു. ഇതോടെ നിക്ഷേപകർ ലാഭമെടുപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഡിസംബറിൽ ഫെഡ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത 88% നിലവിൽ വിപണി കരുതുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന US നിർമ്മാണ മേഖലയിലെ വളർച്ചാ കണക്കുകൾ 9 മാസത്തെ താഴ്ന്ന നിലയിലാണ്. ഇതോടെ നിരക്ക് കുറയ്ക്കാൻ ഫെഡ് നിർബന്ധിതമാകുമെന്നാണ് സൂചനകൾ. അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്ന US തൊഴിൽ കണക്കിലും PCE ഡാറ്റയിലുമാകും നിക്ഷേപകരുടെ ഇനിയുള്ള ശ്രദ്ധ. അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില അടുത്ത വർഷത്തോടെ ഔൺസിന് $4,500 വിദഗ്ധർ പറയുന്നത്. ഇന്നത്തെ വിലയിൽ സംസ്ഥാനത്ത് 1 പവൻ സ്വർണ്ണം വാങ്ങുന്നതിന് കുറഞ്ഞത് 1,03,300 രൂപയെങ്കിലും നൽകേണ്ടിവരും. 5% പണിക്കൂലി, സ്വർണ്ണവിലയ്ക്കും പണിക്കൂലിക്കും 3% GST, 45 രൂപ ഹോൾമാർക്കിംഗ് ചാർജ് മുതലായവ ചേർത്ത് നിരക്കാണിത്. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ഈ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതേസമയം വെള്ളിവില ഗ്രാമിന് 2 രൂപ ഉയർന്ന് 188 രൂപയിലെത്തിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.